ജീവിതത്തിന്റെ കഷ്ടതയുടെ നടുവില് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവരാണ്. കഴിഞ്ഞകാല ജീവിതം എന്തുമായിക്കോട്ടെ, പക്ഷെ ഒരു പുതിയൊരു പ്രഭാതം കാണുവാന് ദൈവമായ കർത്താവ് നമ്മളെ അനുവദിച്ചുവെങ്കിൽ ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് മഹത്വം കൊടുക്കാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങളെ, വ്യക്തികളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഒരുപക്ഷെ കുടുംബത്തിലെ അന്തരീക്ഷം മാറുന്നില്ല, വ്യക്തികളിലെ മാറ്റങ്ങൾ കാണുന്നില്ല, പക്ഷെ സാഹചര്യങ്ങളെ മാറ്റുവാൻ, അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ഒരു പിതാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സഫാനിയ പ്രവാചന പുസ്തകം 3:16-17 നമ്മൾ വായിക്കുന്നുണ്ട്. സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളായിരിക്കാം. പക്ഷെ ദൈവം നമ്മളോട് പറയുകയാണ്, വിജയം നൽകുന്ന യോദ്ധാവായിട്ടുള്ള ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മധ്യയുണ്ട്. നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം 138 സങ്കീർത്തനം 3 തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരളി, അവിടുന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി മുന്നോട്ട് നയിച്ചു എന്ന്. വിശ്വസിക്കാൻ മക്കളെ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ജീവിതമാകുന്ന ഈ ഒരു യാത്ര അത് വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ദൈവാശ്രയ ബോധത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ പറ്റുകയില്ല. കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വീരയോദ്ധാവായ ദൈവമായ കർത്താവ് കൂടിയുണ്ട്. നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. എടുക്കാൻ പറ്റാത്ത ആ തീരുമാനത്തിന്റെ ഓരോ അവസ്ഥകള്, സാഹചര്യങ്ങള് ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അനുഗ്രഹമാകും, അഭിഷേകമാകും. നമ്മുടെ തീരുമാനം ദൈവത്തിന്റെ തീരുമാനത്തോട് ചേർത്ത് പിടിക്കാം. നമ്മളെക്കുറിച്ച് പദ്ധതി ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധാമ്മ മാതാവിന്റെ സംരക്ഷണം, അമ്മയുടെ മധ്യസ്ഥം, വചനത്തിന്റെ കൊട്ടകെട്ടി തിരുനാമത്തിന്റെ ശക്തിയാല്, വിശുദ്ധൂരിന്റെ സംരക്ഷണ മുദ്ര തന്ന് തിരുരത്താല് നമ്മെ, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ ജീവിതമാകുന്ന യാത്ര, തീരുമാനം ദൈവകരങ്ങളിൽ നമുക്ക് വിട്ടുകൊടുക്കാം.